അന്ധകാരത്തിന്റെ കൂരിരുട്ട് മാറ്റി സത്യത്തിന്റെയും നന്മയുടെയും പ്രകാശം തെളിയിക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ദിവസം എന്ന് പറയുന്നത്. ശിവരാത്രി മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹിന്ദു പുരാണം, ശിവരാത്രി, ശിവ മഹാത്മ്യം എന്നീ ഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ട് 2 കഥകളാണ് നിലവിൽ ഉള്ളത്. അതിലൊന്ന് പാലാഴി മദനവുമായി ബന്ധപ്പെട്ടതാണ്. പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ടിട്ടുള്ള കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീപരമേശ്വരൻ പാനം ചെയ്യുകയും വിഷം ഉള്ളിൽ ചെന്നിട്ട് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ വേണ്ടി ശ്രീ പാർവതി, അതായത് ആദിപരാശക്തിയായിട്ടുള്ള ദേവി, അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് പിന്നീട് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ലോകത്തിന് മംഗളകരമായി ഭവിക്കാൻ ഭഗവാൻ വിഷത്തെ ആഗീരണം ചെയ്ത ദിവസമാണ് മഹാശിവരാത്രി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഐതിഹ്യം അനുസരിച്ചിട്ട് അത് നമ്മുടെ ശിവമഹാത്മ്യവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത്. മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു. അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രം കാണാൻ കഴിഞ്ഞുള്ളൂ. നീ ആരാണെന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടിതാവും പ്രപഞ്ചത്തിന്റെ പരിപാലകനുമായിട്ടുള്ള നാരായണനാണ് ഞാനെന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല. അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാനും ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നവൻ ആരാണ്, അവനാണ് ശ്രേഷ്ഠനെന്നും അശരീരി മുഴങ്ങി. അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് 2 പേരും പൂർവ്വസ്ഥാനത്തേക്ക് വന്നു നിന്നു. അപ്പോൾ ശ്രീപരമേശ്വരൻ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്ത പക്ഷത്തിലുള്ള ചതുർദശി രാത്രിയിലായിരുന്നു. എല്ലാ വർഷവും ഈ ഒരു പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കപ്പെടുമെന്നും മംഗളകരമായിട്ടുള്ള ശിവരാത്രി എന്ന് അറിയപ്പെടുകയും എന്ന് മഹാദേവൻ അരുളി ചെയ്തു. മൂന്നാമത്തെ വിശ്വാസം അനുസരിച്ച് എല്ലാ രാത്രിയിലും ശിവന്റെ രാത്രിയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ് മഹത്തായിട്ടുള്ള ശിവരാത്രി അഥവാ മഹാശിവരാത്രി എന്ന വിശ്വാസം. മംഗളകരമായ രാത്രി എന്നും ഇതിന്റെ സങ്കല്പത്തിലുണ്ട്.